സംശയം ഉണ്ടാക്കാൻ എല്ലാവർക്കും കഴിയും. ഏത് വിഷയത്തിലാണെങ്കിലും ആശയക്കുഴപ്പമുണ്ടാകാൻ എല്ലാവർക്കും കഴിയും. പക്ഷേ വ്യക്തത നൽകാൻ സത്യം കയ്യിലുള്ളവർക്ക് മാത്രമേ കഴിയൂ. ഒരു വിഷയം കുളം കലക്കാൻ എല്ലാവർക്കും കഴിയും. പക്ഷേ അതിൽ വ്യക്തത നൽകുവാൻ ഹക്ക് ആരുടെ കയ്യിലാണോ അവർക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. മൻഹജു സലഫ് അംഗീകരിക്കണം എന്ന് പറയുമ്പോൾ അത് സമസ്തയുടെ പാരമ്പര്യവാദത്തെ അംഗീകരിക്കണമെന്നാണ് ഇവർ പറയുന്നത് എന്ന് വരുത്തി തീർക്കുന്നത് ആശയക്കുഴപ്പമുണ്ടാക്കാനാണ്. നമ്മൾ മൻഹജ് എന്ന് പറയുന്നതോടെ എന്താ ഉദ്ദേശിക്കുന്നത്? പ്രമാണം എന്നാണോ? ഒരിക്കലുമല്ല. അത് വ്യക്തത വരുത്തിയാൽ ക്ലിയർ ആകുന്നതേ ഉള്ളൂ. അത് സലഫുകളുടെ മാർഗം എന്ന് പറഞ്ഞാൽ നമ്മളെ ഈ സുന്നികൾ പറയുന്നത് പോലുള്ള പാരമ്പര്യവാദമല്ല. അപ്പം അങ്ങനെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഈ വിസ്ഡത്തിൻ്റെ ആൾക്കാർ വന്ന് താവഴിയായിട്ട് കിട്ടിയത് സ്വീകരിക്കണം എന്നാണ് പറയുന്നത്. അതന്നെയല്ലേ ഇവിടുത്തെ സുന്നികളും പറയുന്നത്. തെറ്റാണോ പറയുന്നത്? സുന്നികൾ പറയുന്നത് കാക്കാരന്മാരും പാളക്കിതാബിലുള്ളത് എടുക്കണം എന്നാണ്. നമ്മൾ പറയുന്നത് മുൻഗാമികൾ എടുക്കണം എന്ന് പറയുന്നത് പ്രവാചകന്റെ കാലം, സഹാബത്തിന്റെ കാലം, താബീങ്ങളുടെ കാലം, ആ ഉത്തമ തലമുറ. ഖൈറുന്നാസി ഖർനി ഹുമ്മല്ലദീന യലൂനഹും സുമ്മല്ലദീന യലൂനഹും. എൻ്റെ തലമുറയാണ് ഉത്തമ തലമുറ, പിന്നെ അതിനുശേഷം വന്നവർ, പിന്നെ അതിനുശേഷം വന്നവർ. ഈ തലമുറയെക്കുറിച്ച് ഖുർആൻ, വിശുദ്ധ ഖുർആനിലെ സൂറത്ത് തൗബയിലെ 100-ാമത്തെ ആയത്തിലും വ്യക്തമായി പറയുന്നുണ്ട്. അനവധി ആയത്തുകളുണ്ട്. ആ ഒരു വിഭാഗം മുൻഗാമികൾ എന്നുള്ളതിന് അറബിയിൽ പറയുന്ന വാക്കാണ് സലഫുകൾ എന്ന് പറയുന്നത്. ആ സലഫുകൾ എങ്ങനെ ഖുർആനിനെ സ്വീകരിച്ചോ ഹദീസിനെ ഉൾക്കൊണ്ടോ അതേപോലെ നമ്മൾ ഉൾക്കൊള്ളണം, അല്ലെങ്കിൽ നമ്മൾ പഴക്കും. കാരണം ഖുർആൻ ഓതിക്കൊണ്ടാണ് എല്ലാ വിഭാഗവും ഇവിടെ പഴച്ചു പോയിട്ടുള്ളത്. ഇവിടെ ഓരോ വിഭാഗവും ഇങ്ങനെ ഒരു പ്രവാചകൻ വരാണ്ടെന്ന് കാദിയാനികൾ പറയുന്നുണ്ട്. വബിൽ ആഖിറത്തിഹും യൂഖിനൂൻ എന്നാണ് അവർ ആയത്തുള്ളത്. ആഖിറത്തിൽ അവസാനത്തേതിൽ അടിയുറച്ച് വിശ്വസിക്കുന്നവരാകുന്നു. എന്നിട്ട് അവർ പറയും ആഖിർ എന്ന് പറഞ്ഞാൽ അവസാനത്തേത് നടത്തുന്നുണ്ട്. അതാരാ? ഇങ്ങൊരു പ്രവാചകൻ വരാണ്ടെന്ന്. അതല്ല ഇതിൻ്റെ അർത്ഥം, അത് പരലോകമാണ് എന്നുള്ളത് എന്ത് ചെയ്യും? നബി അതാണ് സഹാബത്തിന് പറഞ്ഞു കൊടുത്ത്. സഹാബത്ത് അതാ മനസ്സിലാക്കിയത്. അതുകൊണ്ട് ആ മനസ്സിലാക്കിയത് നമ്മളെടുത്ത് നമ്മൾ പഴക്കൂല. അല്ലാതെ ഡിക്ഷണറി വെച്ച് കണ്ടല്ല ഖുർആൻ വ്യാഖ്യാനിക്കേണ്ടത്. കാരണം ഡിക്ഷണറിയിൽ ഒരു അറബി വാക്കിന് തന്നെ 2, 3, 4, 8, 10 അർത്ഥം ഉണ്ടാവും. ഇതാണ് ഇതിലുള്ള വിഷയം. അപ്പോൾ നമ്മൾ പറയുന്ന മൻഹജ് എന്ന് പറയുന്നത് എന്താണ്? ഈ സലഫ് മൻഹജ് പറഞ്ഞ മാർഗം എന്നാണ് അർത്ഥം. മൻഹജ് സലഫ് എന്ന് പറഞ്ഞാൽ മുൻഗാമികളുടെ മാർഗം. അത് കാരണന്മാരെ മാർഗം എന്നല്ല, സുന്നികൾ പറയുന്ന രീതിയിലുള്ള പാരമ്പര്യവാദമല്ല. അത് പ്രവാചകന്റെ കാലത്തും സ്വഹാബത്തിൻ്റെയും ആ കാലത്തേക്കും അടങ്ങണമെന്നാണ്. ഇത് രണ്ടും കൺഫ്യൂഷൻ ആക്കിക്കൊണ്ട് ബലിതാ സുന്നികളാകുകയാണ് എന്ന് പറയുന്നത് ആശയക്കുഴപ്പം ഉണ്ടാക്കലാണ്. അതുപോലെ തന്നെ അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാരെ അംഗീകരിക്കണമെന്ന് പറയുമ്പോൾ തഖ്ലീദിന്റെ വക്താക്കളായി ചിത്രീകരിക്കുന്നത് ആശയക്കുഴപ്പമുണ്ടാക്കാൻ ബോധപൂർവം പറയുന്നതാണ്. തഖ്ലീദിനെ ഒരു നിലക്കും നമ്മൾ ആരും അംഗീകരിക്കുന്നില്ല. മറിച്ച് അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാർ ഈ വിഷയത്തിൽ എന്താണോ പറഞ്ഞത് അത് പ്രമാണത്തോട് യോജിക്കും. ആ യോജിക്കുന്നത് നമ്മൾ എടുക്കും. ഇത്രയേ ഉള്ളൂ. ബുദ്ധിയും പ്രമാണവും മാറ്റിവെച്ചാൽ പ്രമാണമാണ് എടുക്കേണ്ടത് എന്ന് പറഞ്ഞാൽ ബുദ്ധിയെ അംഗീകരിക്കാത്തവരാണ് ഈ വിസ്ഡത്തിന്റെ ആൾക്കാർ എന്ന് പറയുന്നത് ആശയക്കുഴപ്പമുണ്ടാക്കലാണ്. ഒരിക്കലും തന്നെ ബുദ്ധിക്ക് ഇസ്ലാമിൽ സ്ഥാനമില്ല എന്ന് നമ്മൾ പറയുന്നില്ല. സ്ഥാനമുണ്ട്. പക്ഷേ നമ്മളെ ബുദ്ധിയും പ്രമാണവും വന്നാൽ പ്രമാണമാണ് നമ്മൾ എടുക്കേണ്ടത്. ഇത്രേ നമ്മൾ പറയുന്നുള്ളൂ. അപ്പോൾ അത് ആശയക്കുഴപ്പമുണ്ടാക്കിയാണ് മുന്നോട്ട് പോകേണ്ട യാതൊരു ആവശ്യവും ആ വിഷയത്തിലില്ല എന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ ചുരുക്കം.